ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ പ്രതികരണമായി തന്നെ പറയുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് തിരിച്ചിരിക്കുന്നു. ഒരു ഭൂകമ്പമാണോ എന്നുള്ള കാര്യവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൂചലനമാണോ എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിയോട് കൂടിയാണ് ഉഗ്ര സ്ഫോടന ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടായത്. ഇത് മുണ്ടക്കൈ പ്രദേശത്തു നിന്നും 10-24 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷേ ആളുകൾക്ക് ആശങ്കയുണ്ട്, തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണോ വയനാട്ടിൽ എന്നുള്ളത്. ആളുകളെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റുന്നുമുണ്ട്, ആശങ്കയുള്ളവരെ മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്കൂളുകൾക്ക് അവധി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ കൂണ് മുളയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന ഇടി, കൂണിടി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു ഇടിയാണോ എന്ന് ആദ്യം സംശയിച്ചിരുന്നു. പക്ഷേ ആ രൂപത്തിലുള്ള ശബ്ദമല്ല കേട്ടത്. കുറച്ച് അസാധാരണമായ ഉഗ്ര ശബ്ദമാണ് ഭൂമിക്കടിയിൽ നിന്ന് വന്നത്. അത് ആളുകളെ മുഴുവൻ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 3-4 വാർഡുകൾ അടുത്തു വരുന്ന പ്രദേശമാണ് എടയ്ക്കൽ പ്രദേശം. എടയ്ക്കൽ ഗുഹയ്ക്ക് സമീപമായിട്ടാണ് ഈ സ്ഫോടനം ശബ്ദം ഉണ്ടായിരിക്കുന്നത്. ആനപ്പാറ, താഴത്തുവയലടക്കമുള്ള പ്രദേശത്താണ് ഈ ശബ്ദം കേട്ടത്. പെട്ടെന്ന് എയർ ബാലൻസ് നഷ്ടപ്പെടുന്ന പോലെ അനുഭവപ്പെട്ടു എന്നാണ് ഇപ്പോൾ ആ പ്രദേശവാസി നേരത്തെ പ്രതികരിച്ചത്. അതിനുശേഷം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു സ്ഫോടന ശബ്ദം അപ്പോൾ ഉണ്ടായതിന് ശേഷം പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആളുകൾക്ക് ആശങ്കയുണ്ട്. രാവിലെ 10 മണിക്കുണ്ടായ സ്ഫോടന ശബ്ദമാണ്. പിന്നീട് ആളുകൾ അവിടെ നിന്നും വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. പലരും അവിടെ നിന്ന് മാറുന്നു എന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. ആശങ്കയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മുണ്ടക്കയുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കൂടുതൽ സംഭവങ്ങൾ വരുന്നത് ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപക്കിലേക്ക് വീണ്ടും. ദീപക്, ഇപ്പോൾ അത് ഭൂമി കുലുക്കമാണോ ഭൂചലനമാണോ എന്ന പരിശോധനയടക്കം നടക്കുന്നു. അങ്ങനെ ഒരു സംശയമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചതെന്നറിയുന്നു. എന്താണ് ദീപക്കിന് അറിയാനാകുന്നത്? സ്മൃതി, നിലവിലിപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരും ഒപ്പം വില്ലേജ് അധികൃതരും ജനപ്രതിനിധികളുമെല്ലാം ഈ കുപ്പക്കൊല്ലി എന്ന പ്രദേശത്താണ് പരിശോധന നടത്തുന്നത്. പ്രദേശത്തെ വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യമാണ് അവർ പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഒപ്പം ആശങ്കയുള്ള ആളുകളുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി അത്തരത്തിൽ മാറ്റി പാർപ്പിക്കണമെങ്കിൽ അതിനും തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾ തിരച്ചിൽ നടത്തുന്നത്. 10 മണിയോടുകൂടി ഒരു തവണയും 10:30 ശേഷം രണ്ടാമതുമായുമായി 2 തവണയാണ് ഈ മേഖലയിൽ ഒരു സ്ഫോടനത്തിന് സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴങ്ങുന്നുള്ള ശബ്ദം കേട്ടത്. മാത്രമല്ല വീടിനകത്തുള്ള വസ്തുക്കളെല്ലാം കുലുങ്ങുന്ന തരത്തിലുള്ള തരിപ്പും അനുഭവപ്പെട്ടു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ഈ മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ തൊട്ടടുത്തുള്ള സമീപ പ്രദേശമായ പഞ്ചായത്തായ അമ്പലവയലിലും ഇത്തരത്തിലൊരു സ്ഫോടനത്തിന് സമാനമായ ഇടിമുഴക്കം കേട്ടതിനെ തുടർന്ന് ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഈ ഇടിമുഴക്കം